നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. കൊടുങ്ങല്ലൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. വയറിളക്കം, ഛർദി, മറ്റ് ശാരീരിക അസ്വസ്ഥതകളുമായി 27 പേർ ചികിത്സ തേടി. കഴിഞ്ഞ രാത്രിയിൽ സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ. വിദഗ്ധ പരിശോധനയെ തുടർന്ന് ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു. രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ വനിതാ ഓഫീസറോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം. ഓഫീസ് ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണം. പരാതിയിൽ കഴമ്പുണ്ടെന്ന് സൂചന. ഇൻസ്പെക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് റിപ്പോർട്ട്. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവതിയും ബാലികയും ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞു. മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ 5-അംഗ സംഘത്തിൽ ഒഴുക്കിൽപ്പെട്ട 3 പേരിൽ 2 പേർക്കാണ് ദാരുണാന്ത്യം. 27-കാരി മേഘ, 13 വയസ്സുള്ള ജ്വാലാലക്ഷ്മി എന്നിവരാണ് മരണമടഞ്ഞത്. എറണാകുളം പുത്തൻവേലിക്കരയിലെ കടവിലാണ് ദുരന്തം നടന്നത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കക്കവാരൽ തൊഴിലാളികൾ. ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ കരുത്താർന്ന സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയുടെ സ്മരണയിൽ വേലൂരിൽ എഴുത്തിനിരുത്തൽ. അർണോസ് പാതിരി ഏറെ നാൾ താമസിച്ച വസതിയിൽ നടന്ന ചടങ്ങിൽ കണ്ണികളായി നിരവധി കുരുന്നുകൾ. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു. അത്താണി ആനയടത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെ ഭാഗവത മലയാള കഥയുടെ മഹനീയ നിറവിൽ ആറാടിച്ച് ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹം. വിശ്വാസി സാഗരം തീർത്ത് രുക്മണി സ്വയംവരം. കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നടന്ന എഴുന്നള്ളിപ്പിൽ താളമേള ഘോഷങ്ങളുടെ ആവേശലഹരി. സപ്താഹത്തിന് ചൊവ്വാഴ്ച സമാപനം. തൃശൂർ നാട്ടിക സ്വദേശി സബിത് നാസർ മുഖ്യകണ്ണിയായ അവയവ കച്ചവടവല രാജ്യം മുഴുവൻ. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി നിരവധി പേരെ വിദേശത്തേക്ക് കടത്തിയതായി റിപ്പോർട്ട്. അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചു. കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ. 1.5 പതിറ്റാണ്ടിലേറെ കാലം അടാട്ട് പഞ്ചായത്തിലെ ആശ്രയ അങ്കണവാടിയിലെത്തിയ കുരുന്നുകൾക്ക് സ്നേഹത്തിന്റെ നന്മ മാധുര്യം. കുരുന്നുകളുടെ മാതൃതുല്യയായ ആയ അമരാമോഹിനിക്ക് ഇനി വിശ്രമകാലം. വെൽഫെയർ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് മെമ്പർ ഗ്രീഷ്മ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇതുവരെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ വൻ കുറവ്. ആദ്യ 5 ഘട്ടങ്ങളിലെ കണക്കിൽ 19.4 കോടി വോട്ടർമാരുടെ കുറവ്. 2019 വോട്ടെടുപ്പിലെ കണക്ക് പ്രകാരമാണ് വൻ ഇടിവ്. 2019 70.1 കോടി വോട്ടുകളാണ് ആദ്യ 5 ഘട്ടങ്ങളിൽ പോൾ ചെയ്തതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആശങ്കയോടെ മുന്നണികൾ. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികനായ റിട്ടയേർഡ് SIക്ക് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി 60-കാരൻ ശ്രീകുമാറാണ് ദുരന്തത്തിന് ഇരയായത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന നാലമാക്കൽ ബസ്സാണ് ദുരന്തം വിതച്ചത്. ദേശീയപാത 66-ൽ കോതപറമ്പിലാണ് അപകടം. തളിക്കുളം കൊപ്രാക്കളത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. കേരളീയരെ വളയം പിടിപ്പിക്കാൻ ഇനി KSRTCയും. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഡ്രൈവിംഗ് സ്കൂൾ യാഥാർത്ഥ്യത്തിലേക്ക്. ജൂൺ 6-ന് ഉദ്ഘാടനം. ഘട്ടം ഘട്ടമായി സംസ്ഥാനത്ത് 22 സ്ഥലത്ത് സ്കൂളുകൾ ആരംഭിക്കാൻ തീരുമാനം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് ഡെന്റൽ കോളേജിനെ ഉത്സവാന്തരീക്ഷത്തിൽ നിറച്ച് റിതം ഇന്റർ ഡെന്റൽ ഫെസ്റ്റ്. സംസ്ഥാനത്തെ 5 ഡെന്റൽ കോളേജുകളിലെ പ്രതിഭകൾ മാറ്റുരച്ച ഫെസ്റ്റിൽ നിറഞ്ഞ വർണ്ണ വസന്ത കാഴ്ചകൾ. ഉദ്ഘാടന മികവിന്റെ പ്രതീകം തീർത്ത് കൊടിയിറക്കം.